ക്യാമ്പസുകളിൽ തരംഗമായി മാറിയ പ്രായഭേദമന്യേ മലയാളികൾ ഒന്നടക്കം മൂളിയ എൻ കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി. ഈ സൂപ്പർ ഹിറ്റ് ഗാനം അഫ്സലിനോടൊപ്പം ആലപിച്ച ഫ്രാങ്കോ. ഫ്രാങ്കോ, ഹാർട്ടി വെൽക്കം ടു മ്യൂസിക് കഫേ. പിന്നെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? നോട്ട് ബാഡ്. നമ്മുടെ ഈ യൂത്തിൻ്റെ ഒക്കെ ഹൃദയത്തെ പിടിച്ചു കുലിക്കുക രാക്ഷസി ഉണ്ടല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ? തീർച്ചയായും. എങ്ങനെയാണ് ഈ രാക്ഷസി എന്ന പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത്? അത് ഞാനടക്കം മെമ്പറായിട്ടുള്ള 7 എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു. മദ്രാസ് ബേസ്ഡ് കമ്പനിയിലാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കോൺട്രാക്റ്റ് കിട്ടിയത്, കോസ്മിക് മ്യൂസിക് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ശരിക്കും അതൊരു നല്ല ഒരു ഡെമോ ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നു. പറ്റാവുന്ന സ്റ്റൈലുകളിലൊക്കെ അതിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് നമ്മളുടെ മോഹൻ സിത്താര സാറിനെ കേൾപ്പിക്കാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ പാടാനുള്ളൊരു അവസരം കിട്ടി. അതിൽ ആക്ച്വലി അത് സോളോ സോങ് അല്ല, ഞാനും അഫ്സലും കൂടിയാണ് പാടിയിരിക്കുന്നത്. കമൽ സാറിനെ പോലുള്ള വലിയൊരാളുടെ കൂടെ ആ സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടിയപ്പോൾ എന്ത് തോന്നി? ഒരുപാട് സന്തോഷം തോന്നുമല്ലോ. ശരിക്കും പാട്ട് പാടി കഴിഞ്ഞപ്പോൾ തോന്നിയിരുന്നു ഇത്രയും വലിയ ഹിറ്റാവും പാട്ടെന്നൊക്കെ? ശരിക്കും അതിൻ്റെ ഒരുപാട് മ്യൂസിക്കാണ് അതിൻ്റെ ശരിക്കും ബ്യൂട്ടി. പ്ലസ് അതിൻ്റെ വിഷ്വല് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ വിഷ്വല് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. എൻ്റെ ശരിക്കും എൻ്റെ ഷൂട്ടിംഗ് കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എനർജിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിഷ്വലും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ കുറേ കൂടിയും ഒരു എക്സ്പെക്റ്റേഷൻ വന്നു ആ സോങ്. നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? നമുക്ക് കോഫി പറയാം. കോഫി പറയാം അല്ലേ? 2 കോഫി വേണം. കഴിക്കാൻ എന്തെങ്കിലും? വേണ്ട. ഫ്രാങ്കോ എന്ന് പറയുന്ന പേര് വളരെ വെറൈറ്റി ഉള്ള പേരാണ്. ഈ പേര് ആരാ സെലക്ട് ചെയ്ത്? സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്? ഇല്ല, എൻ്റെ ഫാദർ സെലക്ട് ചെയ്തതാണ്. ഫ്രാങ്കോ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഫ്രണ്ട്ലി ടുവേർഡ്സ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ലൊരു അർത്ഥമുള്ള പേരാന്ന് തോന്നി. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ വേഗം തന്നെ പേര് കിട്ടുമെന്നാണ് പറയുന്നത്. ഫ്രാങ്കോ ചേട്ടൻ്റെ വീട് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. ജനിച്ചത് വളർന്നു നോക്ക്? തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെ? അവിടെ നിന്ന് വിട്ടു പോയിട്ടില്ല? ഇല്ല. സെൻറ് തോമസ് കോളേജിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? സെൻറ് തോമസ് കോളേജ് ഗേൾസ് കൂടുതൽ കേട്ടിട്ടുണ്ടാവും സാറിന്, ബോയ്സിൻ്റെ കോളേജ്. ബോയ്സ് ഓൺലി ആയതുകൊണ്ട്. അതെ. പിന്നെ സെൻറ് തോമസ് കോളേജിൽ തന്നെ ഞാൻ പഠിച്ചിരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ അടുത്ത് തന്നെ വീടല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോൾ എൻ്റെ വൈഫും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പം ജെൻസ് വളർന്നു നിൽക്കുക നാട്ടിൽ തന്നെ? അച്ഛനും അമ്മയും? അല്ല, അവരോട് ഇല്ല, ഇപ്പോൾ അവർ അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്? ഞാൻ ഇടയ്ക്ക് പോയി വരും. ഇടയ്ക്ക് പോയി. അച്ഛൻ്റെ പേര്? അച്ഛൻ്റെ പേര് സൈമൺ. സൈമൺ. ഫ്രാങ്കോ സൈമൺ അല്ലേ? ഫ്രാങ്കോ സൈമൺ. അമ്മയുടെ പേര്? ആലിസ്. അവർ അമേരിക്കയിൽ എന്ത് ചെയ്യുക? അമ്മച്ചി വർക്ക് ചെയ്യുന്നില്ല, ഫാദർ വർക്ക് ചെയ്യുന്നുണ്ട്. സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്? എനിക്ക് 2 സിസ്റ്റേഴ്സ്, ഒരു ബ്രദർ. അവരെല്ലാവരും അവിടെയാണ്. സിസ്റ്റർ എന്ത് ചെയ്യുക? 2 സിസ്റ്റേഴ്സും വർക്ക് ചെയ്യാണ്. എവിടെ? അമേരിക്കയിലാണ്. എല്ലാവരും സെറ്റിലാണ് അമേരിക്കയിൽ. ഒരു ബ്രദറോ? ബ്രദറും അവിടെയാണ് തന്നെ. ഫ്രാങ്കോ മാത്രം ഇവിടെ ആയിക്കോ അല്ലേ? എനിക്ക് പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാട്ടൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയത്. ഫ്രാങ്കോ, ഹായ്. രാക്ഷസി എന്ന ആദ്യ പാട്ടിലൂടെ തന്നെ കോളേജ് ക്യാമ്പസിനെ കീഴടക്കിയ വ്യക്തിയാണ് താങ്കൾ. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് ആലപിക്കാൻ പറ്റും? തീർച്ചയായും. ശരിക്കും നിങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ടും പ്രോത്സാഹനങ്ങളും കൊണ്ടാണ് ആ പാട്ടും സക്സസ് ആയത്. ഞങ്ങൾക്ക് പാട്ടൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. എന്തായാലും നമുക്ക് ആ പാട്ട് പാടാം. കരിമഷിയുടെ കറുത്ത കണ്ണിലെ കുറുമ്പനോട്ടങ്ങൾ അഴിച്ചെടുത്തിടും ശങ്കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. ശങ്കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി.
കിണുക്കം വിട്ടില്ലേ പൊന്നെ അടുത്തു വന്നേ നിന്നാട്ടെ കിണുക്കം എന്താണ് എന്റെ നിഴലളക്കണതെന്താണ് അടുത്തമെന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ കരളിൽ താമസിച്ചാൽ തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാൽ തരാം രാക്ഷസി തുടക്കം വിട്ടില്ലേ പൊന്നെ അടുത്തു വന്നിനി നിന്നാട്ടെ കിണുക്കം എന്താണ് എന്റെ നിഴലളക്കണതെന്താണ് അടക്കം എന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ. പാട്ട് വളരെ നന്നായിരുന്നു കേട്ടോ. കാരണം അന്ന് ഞങ്ങൾ പാട്ട് കേട്ടപ്പം ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളിങ്ങനെ കണ്ടു സിനിമ കണ്ടപ്പോൾ. പക്ഷെ ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ പറ്റിയപ്പോൾ ശരിക്കും ഞങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആയ പോലെ ഞങ്ങൾക്ക് ആ ഫീലിങ്സ് ഉണ്ടായിരുന്നു. സ്കൂൾ പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് സെൻറ് തോമസ് കോളേജ് ഹൈസ്കൂളിലാണ് 10th വരെ പഠിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 10th കഴിഞ്ഞ് പ്രീ ഡിഗ്രി സെൻറ് തോമസ് കോളേജ്, പിന്നെ ഡിഗ്രി ചേരുന്ന മദ്രാസിലാണ്. മദ്രാസിൽ. അപ്പോൾ ഈ ബോയ്സ് ഓൺലി സ്കൂളിൽ തന്നെയല്ല പഠിച്ചത്? പ്രശ്നം തോന്നിയില്ല? ഇല്ല, അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല ആക്ച്വലി. അല്ല, അപ്പോൾ പിന്നെ മിക്സ്ഡ് ആയത് ഡിഗ്രിക്കായിരുന്നോ? ഡിഗ്രിക്ക് മിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ ബോയ്സ് ഓൺലി പഠിച്ചിട്ട് മിക്സ്ഡിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു ഫീലിങ്സ്? അത് തീർച്ചയായിട്ടും ഒരു രസമുള്ള സംഭവമാണല്ലോ. രസമുള്ള സംഭവം അല്ലേ? അതെങ്ങനെയാണ് ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്തത്? അതായത് മുമ്പൊക്കെ ഞങ്ങൾ സെൻറ് തോമസ് കോളേജിൽ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ വേറൊരു കോളേജുണ്ട്, സെൻറ് മേരീസ് കോളേജ് എന്ന് പറഞ്ഞ കോളേജ്. ഗേൾസ് ഓൺലി ആയിരുന്നോ? അതെ. അപ്പോൾ ഞങ്ങളുടെ കോളേജിന് മുമ്പേ കൂടെയാണ് ഈ കോളേജിലേക്കൊക്കെ കുട്ടികൾ പോവുക. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര കൗതുകമായിരുന്നു ആദ്യം. ഇങ്ങനെ 4 മണി കഴിഞ്ഞ് 4 മണി അല്ലെങ്കിൽ കാലത്ത് നേരത്തെ കോളേജിലെത്തും, നേരം വൈകി കോളേജിലെത്തുന്ന പ്രശ്നം ഉണ്ടാവില്ല, നേരത്തെ എത്തും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഗേൾസ് ഉള്ള കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി, കുറേ കൂടി ഫ്രണ്ട്ലി ആയി. അവരോട് സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും ബോയ്സ് ഫ്രണ്ട്സ് ആണോ ഗേൾ ഫ്രണ്ട്സ് ആണോ ഇഷ്ടം? ഭാര്യ ചിലപ്പോൾ ഇത് കേൾക്കും. ഇല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലല്ലേ ചോദിച്ചത്? ഫ്രണ്ട്ഷിപ്പ് രണ്ടും ഇഷ്ടമാണ്. എൻ്റെ വൈഫിന് എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 12 വർഷം, 12 എന്ന് പറഞ്ഞാൽ അധികം, ഏറ്റവും കുറഞ്ഞ ഒരു 8-9 വർഷമെങ്കിലും പരിചയം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പായിരുന്നു. ഇപ്പോൾ ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് കുറച്ചൊക്കെ അനുവാദം തന്നിരുന്നു. വൈഫിന്റെ പേര് റോൺസി. ഓ, ഡിഫറെന്റ് നെയിമാണ് എല്ലാവരും. കുട്ടികൾ 2 പേരുണ്ട്. ഒരാളുടെ പേര് നോയൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് എന്നാണ് മീനിങ്. അപ്പോൾ ഡിസംബറിലാണ് ആള് ജനിച്ചത്. സോ അവന് നോയൽ എന്ന് പേരിട്ടു. പിന്നെ പുതിയ ആളുടെ പേര് 1.5 മാസം ആവുന്നുള്ളൂ, 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മോൻ്റെ പേര് നീൽ എന്ന് വെച്ചാൽ അതിൻ്റെ നീൽ, ലിറ്റിൽ ചാമ്പ്യൻ എന്നാണ്. അപ്പോൾ ഈ ഹിമാലയൊക്കെ ഒന്ന് കീഴടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? തൽക്കാലം ചെറിയ കുന്നുകൾ ചെറുതായിട്ട് കയറട്ടെ അല്ലേ? ഫ്രാങ്കോ, പൈനാപ്പിൾ പെണ്ണെ, രാക്ഷസി തുടങ്ങിയ ധാരാളം ഹിറ്റ് പാട്ടുകൾ അങ്ങയുടേതായിട്ടുണ്ട്. അങ്ങയുടെ കൂടെ പാടിയ ധാരാളം സിംഗേഴ്സ് ധാരാളം ഫെയിം ഉണ്ട് അവർക്ക്. പക്ഷേ അങ്ങക്ക് അത്രയ്ക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സത്യമാണത്, ശരിയാണ് പറഞ്ഞത്. താങ്കൾ സ്വയം പിന്നോക്കം വലിയുകയായിരുന്നോ, അതോ താങ്കളുടെ ക്രെഡിറ്റ് ആരെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എന്താ പറയുക, ഇല്ല, എൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല, അത് ശരിയല്ല. പലപ്പോഴും ഞാൻ പാടിയിട്ടുള്ള ചില പാട്ടുകളൊന്നും ശരിക്ക് എൻ്റെ പോർഷൻ, എൻ്റെ പാർട്ടിസിപ്പേഷൻ അതിലുണ്ടെന്നുള്ളത് പലപ്പോഴും അറിയാണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എസ്പെഷ്യലി രാക്ഷസിയിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ 1-2 ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിച്ചു, രാക്ഷസി ചേട്ടൻ പാടിയ പാട്ടാണോ എന്ന് ചോദിച്ചു. സോ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലത്ര വിഷമിക്കാനില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ, ഓരോ സിംഗേഴ്സിനെയും. എന്താ കാരണം എന്ന്, ഒരുപാട് ന്യൂ കമേഴ്സ് വരുന്നു, ഒരുപാട് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. മെയിനായിട്ട് നമ്മളിതിനെ കിട്ടിപ്പോൾ ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രൊഫഷനാണിത്, ഞങ്ങളുടെ എന്താ പറയുക ജീവിതമാർഗ്ഗമാണ് ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ പോലെ തന്നെ വേറെ സിംഗേഴ്സിനും അവസരം കിട്ടണം, പുതിയ സിംഗേഴ്സ് വരണം, ഡെഫിനറ്റ്ലി.